പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലിൻ്റെ വില കണക്കാക്കുന്ന 2 മെത്തേഡുകളാണ് ചർച്ച ചെയ്തത്. ഇന്ന് തേർഡ് മെത്തേഡായിട്ടുള്ള സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടെത്തുന്നത് എന്നും എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്നും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ സ്റ്റെപ്സുകളും വിവിധ പ്രോബ്ലങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യം എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡെന്നും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കാം. The goodwill under the super profit method is ascertained by multiplying the super profit by certain number of years of purchase. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുന്നത് സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്, ഗുണിച്ചുകൊണ്ടാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്താൻ കഴിയും. അപ്പം ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്താണെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് മീൻസ് excess of actual profit over normal profit. നോർമൽ പ്രോഫിറ്റിനേക്കാളും യഥാർത്ഥ പ്രോഫിറ്റിൽ, ആക്ച്വൽ പ്രോഫിറ്റിൽ ഉള്ള എക്സസിനെ, അധികത്തെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ പ്രോഫിറ്റ് മീൻസ് എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. യഥാർത്ഥ ലാഭത്തെ, നോർമൽ പ്രോഫിറ്റിനേക്കാളും ആക്ച്വൽ പ്രോഫിറ്റിൽ എത്രയാണ് അധികം, അതിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം നോർമൽ പ്രോഫിറ്റാണ് നേടുന്നതെങ്കിൽ അതിന് ഗുഡ്വിൽ ഇല്ല എന്ന് തന്നെ പറയാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗുഡ്വിൽ കണ്ടെത്തുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ഒരു ബിസിനസ് സ്ഥാപനം നേടുന്നതെങ്കിൽ അതിന് സൂപ്പർ പ്രോഫിറ്റേ ഇല്ല, അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഗുഡ്വിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലായി ലഭിക്കുന്ന ലാഭത്തെക്കാളും യഥാർത്ഥ ലാഭത്തിൽ എത്രയാണോ അധികമുള്ളത്, ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ഈസ് കോൾഡ് സൂപ്പർ പ്രോഫിറ്റ്. അതായത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം. ദാറ്റ് ഈസ് സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പങ്കാളിത്ത ബിസിനസ് സ്ഥാപനത്തിൻ്റെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയും. അതായത് സൂപ്പർ പ്രോഫിറ്റ് മീൻസ് ദി എക്സസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. ആവറേജ് നോർമൽ പ്രോഫിറ്റിനേക്കാളും ആവറേജ് പ്രോഫിറ്റിൽ എത്രയാണോ അധികമുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താൻ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നമുക്ക് നോർമൽ പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് മനസ്സിലായി. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുക? ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറക്കണം. അപ്പോൾ നമുക്ക് എന്താണ് നോർമൽ പ്രോഫിറ്റ്, അപ്പോൾ എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കാം. നോർമൽ പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സിമിലർ ബിസിനസ് ഫേം അണ്ടർ നോർമൽ കണ്ടീഷൻ. ഒരു നോർമൽ കണ്ടീഷനിൽ സിമിലർ ആയിട്ടുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നേടുന്ന ലാഭത്തെയാണ്
നോർമൽ പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം, ഉദാഹരണം ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്ന മറ്റു ബിസിനസ്മാൻമാർ നേടുന്ന ഒരു ലാഭം, അതിനെയാണ് നോർമൽ കണ്ടീഷനിൽ അവർക്കെല്ലാം ലഭിക്കുന്ന, അത്തരമൊരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ലാഭത്തെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോർമൽ പ്രോഫിറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഏൺ ബൈ ദി സിമിലർ ബിസിനസ് ഫേം അണ്ടർ നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ സിമിലർ ആയിട്ടുള്ള ബിസിനസ് ഫേംസ് ഏൺ ചെയ്യുന്ന ലാഭത്തെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ആ ഫോർമുല നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അപ്പം ഇവിടെയും നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ദി ഫേം ടു സ്റ്റാർട്ട് ആൻഡ് റൺ ദി ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ആ ബിസിനസ് സ്ഥാപനം ഉപയോഗിച്ചിട്ടുള്ള മൂലധനത്തെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്താനുള്ള ഫോർമുല പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. തൽക്കാലം എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദി ഫേം. ബിസിനസ് സ്ഥാപനം നിക്ഷേപിച്ചിട്ടുള്ള മൂലധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപയോഗിക്കുന്ന ആ ബിസിനസ് സ്ഥാപനം ആരംഭിക്കാനും നടത്തിക്കൊണ്ടുപോകാനും വേണ്ടി ഉപയോഗിക്കുന്ന മൂലധനത്തെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു റേറ്റ് ആണ്, ഒരു പെർസെൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ നോർമലി ഏൺ ബൈ ദി ഫേം ഇൻ ദി സെയിം ഇൻഡസ്ട്രി. അതേ വ്യവസായ മേഖലയിൽ, അതേ ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിൻ്റെ റേറ്റിനെയാണ്, നിരക്കിനെയാണ്. അപ്പോൾ ഉദാഹരണം ഒരു ടെക്സ്റ്റൈൽ വ്യവസായമാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നേടുന്ന വരുമാനത്തിൻ്റെ നിരക്ക് 15%, 10%, 8%, 20%, അത്തരത്തിലുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞത്. അതാ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ നോർമലി ഏൺ ബൈ ദി ഫേം ഇൻ ദി സെയിം ഇൻഡസ്ട്രി. അതേ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നോർമലി ഏൺ ചെയ്യുന്ന റിട്ടേണിൻ്റെ റേറ്റിനെയാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഓർ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റർ ഓൺ ദി ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന ലാഭമാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത്ര റേറ്റ് ലാഭം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയും പറയാം. അപ്പോൾ നോർമലി ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ നോർമലി ഏൺ ബൈ ദി ഫേം ഇൻ ദി സെയിം ഇൻഡസ്ട്രി ഈസ് കോൾഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നമ്മൾ എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? ആവറേജ് പ്രോഫിറ്റിനെ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ദെൻ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100 എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നീ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തതായി നമുക്ക് ദ സ്റ്റെപ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്താനുള്ള വിവിധ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഫസ്റ്റ്ലി കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രോഫിറ്റ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തലാണ്.
അപ്പോൾ എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ലാഭം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഫസ്റ്റിലി കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രോഫിറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് നോർമൽ പ്രോഫിറ്റ്. നമ്മൾ എന്ത് കണ്ടെത്തണം? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണം. നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താം? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. അപ്പോൾ നമ്മളിവിടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, നോർമൽ പ്രോഫിറ്റും കണ്ടെത്തി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമ്മൾ കണ്ടെത്തിയ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? സൂപ്പർ പ്രോഫിറ്റ് ലഭിക്കും. അല്ലേ? അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തി, ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റും കണ്ടെത്താം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. ഇനി നമുക്ക് ഗുഡ് വിൽ കണ്ടെത്താം. എങ്ങനെയാണ് ഗുഡ് വിൽ കണ്ടെത്തുന്നത്? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കണ്ടെത്താൻ പ്രധാനമായും നമുക്ക് 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുക, അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തുക, അതിനുശേഷം സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തുക, അതിനുശേഷം നമുക്ക് ഗുഡ് വിൽ കണ്ടെത്താവുന്നതാണ്. ഇവിടെ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് നമ്മൾ പറഞ്ഞു? ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്താൻ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ്. ക്യാപിറ്റൽ എംപ്ലോയിഡും നെറ്റ് അസറ്റും ഒന്ന് തന്നെയാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് അസറ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് എക്സ്ക്ലൂഡിങ് ഗുഡ് വിൽ. മൊത്തം ആസ്തിയിൽ നിന്നും ഗുഡ് വിൽ ഒഴിച്ച് ബാക്കിയുള്ള മൊത്തം ആസ്തിയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്താം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് നേരിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ലഭിക്കും, ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അല്ലേ? ടോട്ടൽ അസറ്റിൽ ഏത് ഉൾപ്പെടില്ല? ഗുഡ് വിൽ ഒഴിച്ചുള്ള ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റി, പുറമേയുള്ള ആളുകളുടെ ലയബിലിറ്റീസ് കുറച്ചാൽ എന്ത് ലഭിക്കും? ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിവിധ സ്റ്റെപ്സുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ഫസ്റ്റ് വൺ, capital employed in a business rupees 2 lakh. The normal rate of return on capital employed is 15%. During the year 2015, the firm earned a profit of rupees 48,000. Calculate goodwill on the basis of 3 years purchase of super profit. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. ആവറേജ് പ്രോഫിറ്റ് ഇവിടെ കണ്ടെത്തേണ്ട കാര്യമില്ല, ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അല്ലേ? ഡ്യൂറിങ് ദി ഇയർ 2015 ദി ഫേം ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 48,000. ആ 48,000 തന്നെയാണ് ഇവിടെ ആവറേജ് പ്രോഫിറ്റ്. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. അല്ലേ? അത് ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല, പ്രോബ്ലത്തിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണം. നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ എന്തൊക്കെയാണ് ആവശ്യം? നോർമൽ പ്രോഫിറ്റിന്റെ ഫോർമുല ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അല്ലേ? അപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് അറിയണം, നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും അറിയണം. അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ്
in a business is rupees 2 lakh. അല്ലേ, ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 lakh ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേണോ 15% ആണ്. അല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം? നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു 2 lakh ഇൻറ്റു 15/100. അല്ലേ, അങ്ങനെ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ 2 ലക്ഷത്തിൻ്റെ 15% എന്ന് പറഞ്ഞാൽ 30,000. അപ്പോൾ ആ നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. ആവറേജ് പ്രോഫിറ്റും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 48,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് ഇപ്പോൾ കണ്ടെത്തി 30,000. അപ്പോൾ ഈക്വൽ ടു 18,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 18,000 രൂപയാണ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഫോർമുല എന്താണ്? ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അല്ലേ, സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 18,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നോക്കൂ, കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദി ബേസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? 3 ആണ്. അല്ലേ, അപ്പോൾ 18,000 ഇൻറ്റു 3 ഈക്വൽ ടു 54,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചർച്ച ചെയ്ത്. വളരെ സിമ്പിൾ ആയിക്കൊണ്ട്, അല്ലേ, എന്തൊക്കെയാണെന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡും നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും ആവറേജ് പ്രോഫിറ്റും നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസും തന്നിട്ടുണ്ട്. അതുപ്രകാരം ആവറേജ് പ്രോഫിറ്റ് കണ്ടു, നോർമൽ പ്രോഫിറ്റ് കണ്ടു, പിന്നീട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടു, പിന്നീട് ഗുഡ്വിൽ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ചർച്ച ചെയ്യാം. The profit for the last 5 years of a firm were as follows. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ലാഭമാണ് 2014, 15, 16, 17, 18. ഈ 5 വർഷത്തെയും പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദി ഫേം ഈസ് rupees 5 lakh. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓൺ ദി ബേസിസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? 3. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ് നമ്മളോട് ഗുഡ്വിൽ കണ്ടെത്താൻ പറയുന്നത്. അസ്യൂമിങ് ദാറ്റ് എന്താണ് സങ്കല്പിക്കേണ്ടത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 12% ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് ചിലപ്പോൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന വാക്ക് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് വല്ലതും നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അത് എന്ത് തന്നെയാണ്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിലൊക്കെ ഒരു റേറ്റ് നൽകും. അതും ഇത്തരം പ്രോബ്ലങ്ങളിൽ അങ്ങനെ നൽകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അല്ലേ, ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. അതിൻ്റെ ഫോർമുല ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അല്ലേ, ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയൊക്കെയാണ്? 62,000 പ്ലസ് 58,000 പ്ലസ് 84,000 പ്ലസ് 78,000 പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ എത്ര വർഷമാണ്? 5 years. അല്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 3,62,000 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 72,400. അല്ലേ, മൊത്തം ടോട്ടൽ പ്രോഫിറ്റ് 3,62,000 നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷമാണ്? 5 വർഷം. അപ്പോൾ 3,62,000 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടും? 72,400 കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി. ഇനി നെക്സ്റ്റ് എന്താണ്? ദെൻ നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തണം. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. അല്ലേ, ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? rupees 5 lakh. അല്ലേ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 12%. അപ്പോൾ ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാണാം. അപ്പോൾ ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ഇൻറ്റു 12/100. അല്ലേ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12 ആണ്. അപ്പോൾ 12/100 ഈക്വൽ ടു 60,000. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 60,000, 60,000. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താം. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 60,000. ആവറേജ് പ്രോഫിറ്റ് തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു. എത്രയാണ് ആവറേജ് പ്രോഫിറ്റ്? 60,000. അല്ലേ, ആവറേജ് പ്രോഫിറ്റ് 60,000.
ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്ന ആവറേജ് പ്രോഫിറ്റ് 72,400 അല്ലേ. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 72,400 തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയതാണ്. നോർമൽ പ്രോഫിറ്റ് 60,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു 72,400 മൈനസ് 60,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്ര ലഭിക്കും? ഈക്വൽ ടു 12,400. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കിട്ടാൻ എന്തെങ്കിലും ചെയ്താൽ മതി? ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറക്കുക. ആവറേജ് പ്രോഫിറ്റ് ആയിട്ടുള്ള 72,400 നിന്നും നോർമൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 60,000 കുറച്ചപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്ര ലഭിച്ചു? 12,400. ഇനി നമുക്ക് ഗുഡ് വിൽ കണ്ടെത്താൻ. ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമുക്ക് പ്രോബ്ലത്തിൽ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 അല്ലേ. 3 ഇയേഴ്സ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ഇപ്പോൾ കണ്ടെത്തി 12,400. അപ്പോൾ ഗുഡ് വിൽ ഈക്വൽ ടു 12,400 ഇൻറ്റു 3 ഈക്വൽ ടു 32,200. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ആ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, പിന്നെ നോർമൽ പ്രോഫിറ്റും കണ്ടെത്തി. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ലഭിച്ചു. ആ സൂപ്പർ പ്രോഫിറ്റിനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ഗുഡ് വിൽ ലഭിച്ചു. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലവും ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. Prakash and Manoj are partners in a firm. Their total capital stands rupees 1,50,000. The market rate of interest is 10%. Both partners are getting an annual salary of rupees 5,000 each. The profit for the last 3 years were rupees 35,000, 33,000, 40,000. The goodwill is to be valued at 2 years purchase of last 3 years super profit. Calculate goodwill of the firm. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 പങ്കാളികളാണ് പ്രകാശ്, മനോജ്. അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 1,50,000. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10%. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ നൽകിയതെങ്കിലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%. ബോത്ത് പാർട്ട്നേഴ്സ് ആർ ഗെറ്റിംഗ് ആൻ ആനുവൽ സാലറി ഓഫ് rupees 5,000 ഈച്ച്. ഈ പ്രോബ്ലത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സെൻറ്റൻസ്. 2 പങ്കാളികൾക്കും 5,000 രൂപ വീതം ആനുവൽ സാലറി ലഭിക്കാനുണ്ട്. ദി പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 3 years വേർ 35,000, 33,000, 40,000. അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ഗുഡ് വിൽ ഈസ് ടു ബി വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 3 years സൂപ്പർ പ്രോഫിറ്റ്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സൂപ്പർ പ്രോഫിറ്റിൻ്റെ 2 years പർച്ചേസ് ആയിട്ടാണ് ഗുഡ് വിൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം, ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുകയാണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എന്തൊക്കെയാണ് ടോട്ടൽ പ്രോഫിറ്റ്? ഈക്വൽ ടു 35,000 പ്ലസ് 33,000 പ്ലസ് 40,000 അല്ലേ. 3 വർഷത്തെ ലാഭം ഡിവൈഡഡ് ബൈ എത്ര വർഷമാണ്? 3 വർഷം. അപ്പോൾ ഡിവൈഡ് 3 ഈക്വൽ ടു 1,08,000 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 36,000. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് പങ്കാളികളുടെ റെമോണറേഷനായിട്ടുള്ള സാലറിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 2 പങ്കാളികൾക്കും 5,000 രൂപ വീതം, മൊത്തം 5,000 രൂപയല്ല, പങ്കാളികൾക്ക് 5,000 രൂപ വീതം അവർക്ക് സാലറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. അപ്പോൾ ഈ 36,000 എന്ന് പറയുന്നത് സാലറിക്ക് മുമ്പുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ബിഫോർ പാർട്ട്നേഴ്സ് സാലറി ഈക്വൽ ടു 36,000. പങ്കാളികൾക്ക് സാലറി കൊടുക്കുന്നതിന് മുമ്പുള്ള ലാഭമാണ് ആവറേജ് പ്രോഫിറ്റ് ആണ് 36,000. ലെസ്, അതിൽ നിന്നും ലെസ് പാർട്ട്നേഴ്സിൻ്റെ സാലറി കുറക്കണം.
5000 രൂപ വീതമാണ്. 2 പേരുണ്ട്, അപ്പോൾ ഇൻറ്റു 2 എത്രയാണ്? ടോട്ടൽ 10,000 അല്ലേ? അപ്പോൾ 36,000 നിന്നും പാർട്ട്നേഴ്സിൻ്റെ സാലറി 2 പേർക്കും 5000 രൂപ വീതം മൊത്തം 10,000 രൂപ കുറക്കുമ്പോൾ 26,000 ആയിരിക്കും ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 26,000. ഇനി നമുക്ക് അടുത്ത ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,50,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 10%. അല്ലേ? അപ്പം നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാണാം. ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് 1,50,000 ഇൻറ്റു 10/100. 1,50,000 10% ഈക്വൽ ടു 15,000 അല്ലേ? അപ്പം നോർമൽ പ്രോഫിറ്റ് 15,000 നമ്മൾ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇനി നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നോർമൽ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 15,000. ആവറേജ് പ്രോഫിറ്റ് തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നത് എത്രയാണ്? 26,000 അല്ലേ? 36,000 10,000 കുറച്ചപ്പോൾ 26,000 രൂപ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 26,000 നിന്നും കുറക്കണം മൈനസ് നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 15,000. അപ്പോൾ 15,000 ഈക്വൽ ടു 11,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി 11,000 രൂപ. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? ഗുഡ് വിൽ കണ്ടെത്താം. ഗുഡ് വിൽ കണ്ടെത്താനുള്ള ഫോർമുല സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കണ്ടെത്താം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടുണ്ട്. എത്രയാണത്? 2 അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2 ആണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയായിരിക്കും? 11,000 ഇൻറ്റു 2 ഈക്വൽ ടു 22,000. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഗുഡ് വിൽ എമൗണ്ട് എത്രയാണ്? 22,000. അപ്പോൾ ഈ 3 വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ചർച്ച ചെയ്തതിലൂടെ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കണ്ടെത്തുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില എക്സസൈസുകൾ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2 ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ ക്യാപിറ്റൽ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, കഴിഞ്ഞ 3 വർഷങ്ങളിലെ ലാഭം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? 2 years ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തെ പോലെ തന്നെ ചെറിയ തുകകളിൽ മാത്രമാണ് വ്യത്യാസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2 പേരുടെയും ക്യാപിറ്റൽ 75,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. എത്രയാണ്? 15% ആനുവൽ സാലറി ടു പാർട്ട്നേഴ്സ് ഈസ് ₹5,000 ഈച്ച് അല്ലേ? 2 പേർക്കും 5,000 രൂപ വീതം സാലറി ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര സാലറി ഉണ്ടായിരിക്കും? 2 പേരാകുമ്പോൾ 5,000 ഇൻറ്റു 2 10,000 രൂപ. ദി പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 3 years, കഴിഞ്ഞ 3 വർഷത്തെ ലാഭവും തന്നിട്ടുണ്ട്. നമ്മളോട് 2 years പർച്ചേസ് പ്രകാരം ഗുഡ് വിൽ കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്. അവിടെയും ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റും പിന്നീട് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും ആനുവൽ സാലറി കുറക്കണം. അപ്പോഴാണ് യഥാർത്ഥ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയുള്ളൂ. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? 75,000 15% കണ്ടാൽ മതി. അപ്പോൾ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് വിൽ കിട്ടും. ആ ഗുഡ് വില്ലിൻ്റെ ആൻസർ എമൗണ്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 2 പ്രോബ്ലവും ചെയ്തു നോക്കുക. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കണം എന്ന്
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.